കർഷകമോർച്ചയുടെ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജി ആർ നായർ, മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ ജയസൂര്യൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും കർഷക മോർച്ചയുടെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ, കർഷക മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്, ശ്രീ രാമചന്ദ്രൻ, ശ്രീ രാംദാസ് മണലേരി, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കർഷക മോർച്ചയുടെ സംസ്ഥാന സമിതി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കർഷക മോർച്ച ഏറ്റെടുക്കേണ്ട വിവിധ പരിപാടികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് ദിവസം മുഴുവൻ ഇവിടെ യോഗം ചേരുകയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർഷക മോർച്ച എന്ന് പറയുമ്പോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങളാണോ നമ്മൾ ഏറ്റെടുക്കുന്നത്, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണോ ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നം കൂടി. കാരണം കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ 2012-13 നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 16% കുടുംബങ്ങളാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിട്ടുള്ളത്. 30% കുടുംബങ്ങൾ മറ്റ് തരത്തിലുള്ള വിവിധ ജോലികൾ ഇവയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ജോലിയും അതുപോലെ വേജസ് ഇതൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള ആളുകൾ പെൻഷൻ, കാർഷികേതരമായിട്ടുള്ള സംരംഭങ്ങൾ, മറ്റ് സമ്മിശ്ര വരുമാന മാർഗങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനർത്ഥം കേരളത്തിൽ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ നിങ്ങളിൽ എത്ര പേർ, നിങ്ങൾക്ക് അറിയുന്നവരിൽ എത്ര പേർ കൃഷിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള അടിസ്ഥാനം എന്ന് കണക്കാക്കാവുന്ന ആളുകൾ നമുക്ക് ചുറ്റും എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ കർഷക പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ അത്തരത്തിലുണ്ടാകാത്തത്. നമ്മൾ പരിപാടികൾ നടക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും ഒക്കെയായിട്ട്. പക്ഷെ കർഷക പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വളരെ ചുരുക്കം മാത്രമേ നടന്നത് എൻ്റെ ഓർമ്മയിൽ. ഈ ജോൺ ജേക്കബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എത്രയോ കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 70കളിൽ കർഷകന് വേണ്ടി ശബ്ദമുയർത്തിയ ആളുകൾ എന്ന് പറയാവുന്നത് അങ്ങനെയുള്ള ചുരുക്കം ചില ആളുകളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും കേരളത്തിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. കേരളത്തിൽ കൂടുതലായി നടന്നിട്ടുള്ളത് കാർഷിക പ്രക്ഷോഭങ്ങൾ എന്നുള്ള പേരിൽ നടന്നിട്ടുള്ളത് കുടിയാന്മാരായിട്ടുള്ള ആളുകൾക്ക് ജന്മികളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി, കുടിയാന്മാർക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി, ജന്മികളുടെ ചൂഷണത്തിനെതിരായിട്ട്, അതോടൊപ്പം കാർഷിക മേഖലയിലുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു കാർഷിക മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാർഷിക മുന്നേറ്റങ്ങളും കേരളത്തിലെ കാർഷിക മുന്നേറ്റങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം ഈ തരത്തിലുള്ളതാണ്.
ഉദാഹരണത്തിന് വലിയ വാടക എന്ന് പറഞ്ഞാൽ കുടിയാന് കൊടുക്കുന്ന ഭൂമിക്കും ഒരു വാടക ഈടാക്കിയിരുന്നു. അത് അമിതമായിട്ടുള്ള വാടക, അല്ലെങ്കിൽ വാടക എന്ന് പറഞ്ഞാൽ അത് തീരുവയായിട്ട് പലതരത്തിൽ ഈടാക്കുന്ന ഒരു സമീപനം. അപ്പോൾ കുടിയാന് ഭൂമിയിലുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നു. ഭൂമിയുടെ ഉടമസ്ഥന്മാരായിട്ടുള്ള ജന്മിമാരുടെ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള സമരങ്ങൾ നടന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സമരങ്ങൾ ഈ ഭൂരഹിതരായിട്ടുള്ള ആളുകളും അതുപോലെ കർഷക തൊഴിലാളികളും കുടിയാന്മാരും ഇവരൊക്കെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളാണ് കേരളത്തിൻ്റെ കാർഷിക സമരങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നും സാഹചര്യം മാറി. ആ സാഹചര്യം മാറിയത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി നിയമ നിർമ്മാണങ്ങൾ, ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, ആ ഭൂപരിഷ്കരണ നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ അതിൻ്റെ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കർഷകൻ എന്ന് കേരളത്തിൽ ആരെ നിർവചിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം കർഷക മോർച്ച ഈ പ്രശ്നത്തെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉദാഹരണത്തിന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷിഭൂമി, കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ളതിൻ്റെ കഷ്ടിച്ച് 10-15% മാത്രമേ ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നെൽകൃഷി, അരിയാഹാരത്തിൻ്റെ കാര്യത്തിലുള്ള സ്ഥിതി അതാണ്. ഈ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷിഭൂമി, ആ കൃഷിഭൂമി സ്വാഭാവികമായും നമ്മുടെ കൃഷിഭൂമി മുഴുവൻ വീട് ഉണ്ടാക്കാനും കമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ടൂറിസത്തിനും വ്യവസായങ്ങൾക്കും റോഡുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് വകമാറ്റുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഒരു ആവറേജ് ഫാം സൈസ് കൃഷിഭൂമി, ശരാശരി കൃഷിഭൂമി എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കുറവായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു കർഷകൻ്റെ ശരാശരി ഉടമസ്ഥത എന്ന് പറയുന്ന ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്താൽ കേരളത്തിലെ കർഷകൻ്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി അതിലേറ്റവും കുറവാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന, ദേശീയ തലത്തിലും ആഗോളതലത്തിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രവൽക്കരണം, കൃഷിപ്പണി ബാക്കിയുള്ള പല കാര്യങ്ങളിൽ അതിനെ കൂടുതൽ ഫലപ്രദമായിട്ട് കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ അതിന് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു. ആ ഉൽപ്പാദനക്ഷമതയുടെ പ്രശ്നമുണ്ട്. കൂടിയ ചിലവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിൽ കൃഷിപ്പണിയെടുക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം, ആ കൃഷിപ്പണിയെടുക്കാൻ ആളെ കിട്ടാത്ത വലിയൊരു സാഹചര്യമുണ്ട്. കാരണം ആളുകൾ മുഴുവൻ സർവീസ് സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വിഗ്ഗി അല്ലെങ്കിൽ സുമോട്ടോ എന്നൊക്കെ പറയുന്ന ഗിഗ് വർക്കേഴ്സ്, ആ ഗിഗ് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ആ ജോലി ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ അവരാരും കൃഷിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷോർട്ടേജ് ഓഫ് ലേബർ എന്ന് പറയുന്ന സാഹചര്യം. പിന്നെയൊന്ന് സ്വാഭാവികമായിട്ടും നിർമ്മാണം, അതായത് മേഖല, ഈ മേഖലകളിലൊക്കെ ആളുകൾ പോകുന്നതിൻ്റെ ഫലമായിട്ട് കൃഷിപ്പണിക്ക് ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ലേബർ കോസ്റ്റ്, കൃഷിപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ കർഷക തൊഴിലാളി, ഒരു കാലത്ത് കർഷകനും കർഷക തൊഴിലാളിയും ഒരേപോലെ പണിയെടുക്കുമായിരുന്നു. ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ നാടുവാഴി പണിയെടുക്കുന്നുണ്ടാവില്ലായിരിക്കും. ഇന്നേക്കും അത് കുടിയാൻ കൊടുത്ത് കുടിയാൻ പണിയെടുത്ത് അതിൻ്റെ വിളവിൻ്റെ ഒരംശം അല്ലെങ്കിൽ വിളവ് മുഴുവൻ
ഒരംശം കുടിയാനും ബാക്കിയുള്ളത് മുഴുവൻ തന്നെ ജന്മിക്കും കിട്ടുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് മാറി കർഷകനും കർഷക തൊഴിലാളിയും പണിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് കർഷക തൊഴിലാളിയും കർഷകനും പണിയെടുക്കുന്ന സാഹചര്യം ആ സാഹചര്യം തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റം മാത്രമല്ല, ഇന്ന് കർഷകൻ എന്ന് പറയുന്ന ആളുകളുടെ പ്രായമെടുത്ത് പരിശോധിച്ചാൽ കർഷകൻ്റെ ശരാശരി പ്രായം വളരെ വളരെ ഉയർന്ന പ്രായമാണ്. കാരണം ഇന്നത്തെ യുവതലമുറയിൽ ആരും ഞാൻ വേറെ ജോലിക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, എൻ്റെ വീട്ടിൽ കൃഷിഭൂമിയുണ്ട്, ആ കൃഷിഭൂമി നടത്തിയിട്ട് ഞാൻ ജീവിച്ചോളാം. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം അത് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിതിപ്പോൾ ഇടവപ്പാതിയിൽ നിൽക്കുകയാണ്. ഇടവം ഇതാ കഴിഞ്ഞു, കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. ഇത് കർക്കിടകമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഈ വർഷം വരൾച്ചയായിരിക്കുമോ? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വരൾച്ചയാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ഇടവപ്പാതി ശുഷ്കമായതുകൊണ്ട് തുലാവർഷം ശക്തമായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വരൾച്ചയുടെ, അതായത് കൃഷിഭൂമിയിൽ കർഷകൻ വിത്തിറക്കി കൃഷി നടക്കേണ്ട സമയത്ത് വെള്ളം കിട്ടുന്നില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെയും കൂടി കെടുതി അനുഭവിക്കേണ്ടി വരും തുലാവർഷം ശക്തമായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, മഴയുടെ ഒരു ക്രമമായിട്ടുള്ള മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യം, അതോടൊപ്പം മണ്ണൊലിപ്പ് പോലെയുള്ള മണ്ണിടിച്ച് പോലെയുള്ള സംഭവങ്ങളും, അതോടൊപ്പം ഈ അനിയന്ത്രിതമായിട്ടുള്ള ചൂട്, ഈ വേനൽ ചൂടിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ കർക്കിടകം കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അത് കൃഷിയെ ബാധിക്കും. ഇതിന് പുറമെയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന, മനുഷ്യരും മൃഗങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന പ്രദേശങ്ങൾ. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട് ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എങ്കിൽ പോലും കാട്ടുപന്നി തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെയുണ്ട്. എൻ്റെ മണ്ഡലമായിട്ടുള്ള കഴക്കൂട്ടം മണ്ഡലത്തിൽ കാട്ടുപന്നിയുടെ രൂക്ഷമായിട്ടുള്ള ശല്യമുള്ള പ്രദേശങ്ങളാണ് നിരവധി വാർഡുകൾ. വളരെ ചുരുക്കം ചില വാർഡുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള കൃഷി ഏതെങ്കിലും തരത്തിൽ നടക്കുന്ന വാർഡുകളിലൊക്കെ കാട്ടുപന്നി ശല്യം. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, അതിനു പുറമെയാണ് കേരളം ആശ്രയിക്കുന്ന കയറ്റുമതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാണ്യവിളകൾ. ആ കയറ്റുമതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാണ്യവിളകളുടെ പ്രശ്നം വരുമ്പോൾ അത് ഇവരുടെയൊക്കെ പ്രശ്നം അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. ആ ഏറ്റക്കുറച്ചിൽ കർഷകന്റെ നിയന്ത്രണത്തിലല്ല. ആ ഏറ്റക്കുറച്ചിൽ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ പോലും നിയന്ത്രണത്തിലല്ല. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റക്കുറച്ചിലിൻ്റെ ആഘാതത്തെ തടയാൻ എങ്ങനെ കർഷകന് സാധിക്കും? അതിനു പുറമെ അതിൻ്റെ ഇൻപുട്ട് കോസ്റ്റ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അത് രാസവളങ്ങളാണെങ്കിലും യാത്ര അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ചെലവുകളാണെങ്കിലും, കാർഷിക മേഖലയിലുള്ള തൊഴിലാളിയുടെ ചെലവാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കീടനാശിനികളാണെങ്കിലും, ഇതിൻ്റെയൊക്കെ വിലവർദ്ധനവിൻ്റെ ഫലമായിട്ട് അതിന് ആനുപാതികമായിട്ട് ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിപ്പിക്കാൻ കർഷകന് സാധിക്കില്ല. കാരണം മാർക്കറ്റിൽ, ഈ വിപണിയിൽ ഇതിൻ്റെ വില ഇതിനാനുപാതികമായിട്ട് വർദ്ധിക്കുന്നില്ല. ഈ ഇൻപുട്ട് കോസ്റ്റിനനുസരിച്ച് വർദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ കാർഷിക നാണ്യവിളകൾ, ആ നാണ്യവിളകളുടെ ഈ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് റബ്ബറിനെ സംബന്ധിച്ചോളം കേരളത്തിലെ ടാപ്പിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് റബ്ബർ കൃഷി ത്രിപുരയിലേക്കും ഒറീസയിലേക്കും
ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ മേഖലകളിലേക്കുമൊക്കെ റബ്ബർ കൃഷി ചേക്കേറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഉയർന്ന ടാപ്പിംഗ് കോസ്റ്റാണ്. കാരണം അവിടെ കർണാടകം ഇവിടെയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാളികേരത്തിൻ്റെ കാര്യത്തിലും നമ്മൾ നാളികേരത്തിൽ തെങ്ങ് രോഗങ്ങൾ അല്ലെങ്കിൽ ആ രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും എളുപ്പത്തിൽ സാധിച്ചിട്ടില്ല. ഈ തെങ്ങ് കയറ്റ തൊഴിലാളികൾ ഇപ്പോൾ കേരളത്തിൽ കിട്ടാനില്ല. തെങ്ങ് കയറ്റ തൊഴിലാളികൾ തിരുവനന്തപുരത്തെ എൻ്റെ മണ്ഡലത്തിലും മിക്കവാറും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് തെങ്ങ് കയറ്റ തൊഴിലാളികൾ. ആ തെങ്ങ് കയറ്റ തൊഴിലാളികൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കയറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരിക്കുകയാണ് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് നിയമ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ തെങ്ങ് കയറ്റ തൊഴിലാളിയായിട്ട് തെങ്ങ് കയറാൻ ഒരാളെ വിളിക്കുമ്പോൾ അയാളുടെ ഇൻഷുറൻസിന് പ്രീമിയം അടക്കേണ്ട ഒരു സ്ഥിതിയും ചിലപ്പോൾ ഈ തെങ്ങിൻ്റെ ഉടമസ്ഥൻ്റെ തലയിൽ വരും. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇതൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ കർഷക പ്രക്ഷോഭം അല്ലെങ്കിൽ കർഷക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം. ഒരുപക്ഷെ ഇത്രയധികം നഗരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. താരതമ്യം ചെയ്യാവുന്നത് ഒരുപക്ഷെ ഗോവയുമായിട്ടായിരിക്കും. ഗോവയിൽ പോലും കൊങ്കൺ പ്രദേശത്ത് കുറേയൊക്കെ കൃഷി പ്രദേശമുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം ചുരുക്കം ചില പ്രദേശങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയില്ല. പക്ഷെ വളരെ കേരളത്തിൻ്റെ ഭൂമിയുടെ വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം മാത്രമേ ഈ തരത്തിലുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പരിഹാര മാർഗം എന്നുള്ളത്, ഉദാഹരണത്തിന് നമ്മൾ അധികം ശ്രദ്ധ നൽകിയിട്ടില്ലാത്ത മേഖലകൾ, ആ മേഖലകൾ ഉദാഹരണത്തിന് മരച്ചീനിയുടെ നമ്മൾ കപ്പ ഉണ്ടാക്കുന്നു, കപ്പയും മീനും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ മരച്ചീനിയുടെ ഉപഭോഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെയും ഒരു കാരണം മാർക്കറ്റ് കോമ്പറ്റീഷനാണ്. അതേസമയം മരച്ചീനി അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള ഒരു വസ്തുവാണ്. മരച്ചീനി കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കസാവ എന്നുള്ള പേരിൽ മരച്ചീനി അവരുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മരച്ചീനിയിൽ നിന്ന് സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കാം, മരച്ചീനിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇതുണ്ട്. ഇതിനെയൊക്കെ ഏതു തരത്തിൽ മൂല്യവർദ്ധനവ് വരുത്തിക്കൊണ്ട് മരച്ചീനിയെ പ്രയോജനപ്പെടുത്താം. ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫ്രൂട്ട് അല്ലെങ്കിൽ പഴങ്ങളായിട്ടുള്ള വാഴപ്പഴമാണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കപ്പഴമാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ഇവയൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ പലപ്പോഴും ചർച്ച നടക്കുമ്പോൾ നെൽകൃഷിയെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് നെൽകൃഷി സംഭാവന ചെയ്യുന്നത്, എത്ര ശതമാനമാണ് മറ്റ് പഴവർഗ്ഗങ്ങൾ സംഭാവന ചെയ്യുന്നത്, എത്ര ശതമാനമാണ് നാണ്യവിളകളിൽ ഓരോന്നും സംഭാവന ചെയ്യുന്നത് എന്നുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് പഠനം നടത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ പച്ചക്കറി. അപ്പോൾ പച്ചക്കറിയുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ചെറിയൊരു ഭൂമിയിൽ ഏതാണ്ട് 1000-ഓളം പപ്പായ, റെഡ് ലേഡി എന്ന് പറയുന്ന പപ്പായ, ഇത്രയേ വരുള്ളൂ. ഈ ഉയരത്തിലുള്ള പപ്പായ കൃഷി വളരെ വലിയ ഇതിൽ ഒരു കർഷകൻ നടത്തിയത് നേരിട്ട് അതിൻ്റെ വിളവെടുപ്പിന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി അടക്കം വന്നു. വലിയ വിപണിയിൽ വലിയ മാർക്കറ്റ് കിട്ടുന്നത്. റെഡ് ലേഡി ഏറ്റവും നല്ല പപ്പായ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ പ്രിസിഷൻ ഫാമിംഗ് ഇന്നത്തെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയൊരാശയമാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും വളവും അദ്ദേഹം കീടനാശിനി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ കൃഷി ചെയ്താൽ അദ്ദേഹം കേവലം ജൈവ വളങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി നടത്തിയെന്നുള്ളതാണ്. ശരാശരി ഓരോ ഇതിലും ഒരു 5-8 പപ്പായ വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിസിഷൻ ഫാമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും? കോൾഡ് സ്റ്റോറേജുകൾ കേരളത്തിൽ ഏറ്റവും കുറവുള്ള ഇതാണ്. ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ്. ഞങ്ങൾ കഴക്കൂട്ടത്തൊരു ഓണച്ചന്ത നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഓണത്തിൻ്റെ 4 ദിവസം മുമ്പ് ചന്തയിലേക്ക് പച്ചക്കറി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം അതിൻ്റെ 2 ദിവസം മുമ്പ് പോയി കഴിഞ്ഞാൽ വില വളരെ കൂടുതലായിരിക്കും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ പോലും വില വളരെ കൂടുതലായിരിക്കും. ഒരാഴ്ച മുമ്പേ വാങ്ങിയിരിക്കട്ടെ, വിലയിൽ വലിയ വ്യത്യാസമുണ്ടാവും. പക്ഷെ ഒരാഴ്ച മുമ്പ് വാങ്ങിയിട്ട് എവിടെ സൂക്ഷിക്കും? സൂക്ഷിക്കണമെങ്കിൽ കോൾഡ് സ്റ്റോറേജ് വേണം. കേരളത്തിൽ ഏറ്റവും കുറവ് കോൾഡ് സ്റ്റോറേജുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതികൾ, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ അരുവിക്കരയ്ക്ക് അടുത്തൊരു വലിയ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കുന്ന ഒരാളെ, അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയിരുന്നു. അദ്ദേഹം വലിയ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കുക, കമേഴ്ഷ്യൽ. പുള്ളിക്ക് വലിയ കുറച്ച് കൃഷിയുണ്ട്. പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കോൾഡ് സ്റ്റോറേജ് അല്ല, അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കിയത്. കോൾഡ് സ്റ്റോറേജ് മറ്റുള്ളവർക്ക്, ഇപ്പോൾ നമ്മൾ കട വാടകയ്ക്ക് ബിൽഡിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമായിട്ടുള്ള കാര്യമാണ് കോൾഡ് സ്റ്റോറേജ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നത്. കാരണം കോൾഡ് സ്റ്റോറേജ് പച്ചക്കറികൾ വാങ്ങി സൂക്ഷിക്കുക, ആവശ്യത്തിന് എടുക്കുക, കൊണ്ടുപോവുക. അത് ആളുകൾക്ക് പ്രത്യേകം മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ മാർഗങ്ങൾ, അതിന് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സബ്സിഡി, ഏതാണ്ട് 25% 30% സബ്സിഡി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അത്രയും പണം 10 കോടി ചിലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 4-5 കോടിയാണ്, 6 കോടിയൊക്കെ 5 കോടിയൊക്കെയാണ് ഒരു അത് ചെയ്യുന്ന ആൾ ശ്രമിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കോൾഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സബ്സിഡിയിലൂടെ കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കേരളം പല ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹരിത കേരള മിഷൻ, അല്ലെങ്കിൽ ഹോർട്ടികോർപ്പ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ കർഷകരെ എത്രമാത്രം പ്രയോജനപ്പെടുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് ഫസൽ ബീമാ യോജന, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, എനിക്കറിയില്ല കർഷക മോർച്ച എപ്പോഴെങ്കിലും ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസൽ ബീമാ യോജന കർണാടകത്തിൽ പണം കൊടുക്കുന്നു, കേരളത്തിൽ പണം കിട്ടുന്നില്ല. എന്നെ കർഷകർ നേരിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിലൊരു പ്രക്ഷോഭം ഇതുവരെ നടന്നിട്ടില്ല, അല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഫസൽ ബീമ എന്നെ ആൾക്കാരെ വിളിച്ചിട്ട് നിയമസഭയിൽ ഉന്നയിക്കണം എന്നൊക്കെ പറഞ്ഞു. ഫസൽ ബീമ യോജനയിൽ കേരളത്തിൽ നിന്ന്, കാരണം ഫസൽ ബീമ യോജന ആരുടെയും ഔദാര്യമല്ല. കാരണം ഫസൽ ബീമ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് പ്രീമിയം അടച്ച് ആ പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം കിട്ടുന്നത്. ആ ഫസൽ ബീമ യോജന കേരളത്തിൽ ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, താരതമ്യേന. അപ്പോൾ ചേരുന്ന ആൾക്കാരുടെ വെള്ളം വളരെ കുറവാവുകയും, എന്നാൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് ഫാമിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ കർഷക മോർച്ച ഉണ്ടാക്കിയിരിക്കുന്ന FIG നല്ല കാര്യമാണ്. പക്ഷെ FIGയിലുള്ള കൃഷി നടത്തുന്ന കർഷകരായിട്ടുള്ള ആളുകളുടെ FIG, അങ്ങനെയുള്ള FIGകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ഫാമിങ്ങിന് സഹായിക്കും, അത് കോപ്പറേറ്റീവ് ഫാമിങ്ങിന് സഹായിക്കും. ഒരാൾക്ക് 5 പേർക്ക് വേണ്ടി, ഞാൻ ഈ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ 26-28 ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടുള്ള സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകരായിട്ടുള്ള ആളുകൾ നേരിട്ട് അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനമുള്ളൂ. ഞാനൊരു 2000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു. സാധാരണ പലരും പല സൊസൈറ്റികളിലും എടുക്കുന്നത് പോലെ 2000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു, അതുകൊണ്ട് എനിക്ക് എല്ലാ മാസവും വരുമാനം കിട്ടും. അങ്ങനെ വരുമാനം കിട്ടാൻ പോകുന്നില്ല. പകരം ഞാൻ കൃഷി ചെയ്യുന്നൊന്നിരിക്കട്ടെ, എനിക്ക് വളം വേണം, എനിക്ക് അവിടെ നിന്ന് ചുരുങ്ങിയ വിലക്ക് കിട്ടും. എനിക്ക് കീടനാശിനി വേണം, ചുരുങ്ങിയ വിലക്ക് കിട്ടും. എനിക്ക്
കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ വേണം, ചുരുങ്ങിയ വാടകയ്ക്ക് കിട്ടും. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് കോസ്റ്റ്, ആ ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കാൻ, കുറഞ്ഞ ചെലവിൽ ഇൻപുട്ട് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ എനിക്ക് സാധ്യത കിട്ടും. എനിക്ക് കൃഷിയില്ലാന്നിരിക്കട്ടെ, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ അധ്യാപകനാണ്, കൂട്ടത്തിൽ കുറച്ച് കൃഷിയുണ്ട്, 2000 രൂപ ഞാൻ അവിടെ നിശ്ചയിച്ചു, എനിക്ക് പ്രയോജനമൊന്നുമില്ല, അതുണ്ടാവില്ല. പകരം ഞാൻ കൃഷി ചെയ്യുന്നിരിക്കട്ടെ, എനിക്ക് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ, എനിക്ക് കൃഷിയുണ്ടായി, ഇനി കൃഷിയിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടായി, ആ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് FPOയുടെ എന്താ സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ട്, ആ സെയിൽസ് ഔട്ട്ലെറ്റ് കൊടുക്കാം, അതിൽ വരുമാനം കിട്ടും, എനിക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ച്. അപ്പോൾ ഈ തരത്തിൽ ഒരു കൃഷിഭൂമി, ഈ എന്താ പ്രത്യേകം കർഷണമായിട്ടുള്ള കൃഷിഭൂമിയെ ഒരുമിപ്പിക്കാനും അതിന് പറ്റുന്ന വിധത്തിൽ യന്ത്രസാമഗ്രികളും ഇൻപുട്ട് കോസ്റ്റും കുറച്ചു വിടാനും, അതോടൊപ്പം ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കാർഷിക വൃത്തി, ആ കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കാർഷിക വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതെങ്ങനെ സാധ്യമാകും, അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നടപടികൾ ഉണ്ടാകണം, കർഷക മോർച്ച അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അതോടൊപ്പം ഈ പ്രിസിഷൻ ഫാമിംഗ്, കേരളത്തിൽ കുറച്ച് ഭൂമിയുള്ളൂ, ഒരാൾക്ക് കിട്ടുന്ന ഭൂമി, ഒരാളുടെ ഭൂമി വളരെ വളരെ ചുരുങ്ങിയതാണ്. ആ ഭൂമിയിൽ നടത്താവുന്ന കൃഷി, മട്ടുപ്പാവിൽ കൃഷി നടത്തുന്ന ആൾക്കാർ, മട്ടുപ്പാവിൽ കൃഷി നടത്തുന്ന ആളുകൾക്കുള്ള പ്രോത്സാഹനം എന്താ സർക്കാരിൻ്റെ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ റൂഫ് ടോപ്പ് സോളാർ എനർജിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തി. കാരണം ദേശീയ തലത്തിലുള്ള പദ്ധതിയാണ്. ദേശീയ തലത്തിൽ മട്ടുപ്പാവിൽ കൃഷിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയും കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അത് ദേശീയ തലത്തിലുള്ളൊരു സാഹചര്യമാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളെയോ മാത്രം ഉള്ള ഒരു പ്രതിഭാസമാണ് ഈ റൂഫ് ടോപ്പ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ കൃഷിഭൂമിയില്ല, കേരളത്തിൽ എല്ലാവർക്കും റൂഫ് ടോപ്പേ ഉള്ളൂ. അപ്പോൾ റൂഫ് ടോപ്പ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പ്രോത്സാഹനം എന്ത്? സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടി കൊടുക്കുന്നു, എന്ത് ഇൻസെൻറ്റീവ് നൽകും? അതോടൊപ്പം ഈ ചെറിയ ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഭൂമിയിൽ കൃഷി നടത്താൻ വേണ്ടിയിട്ടുള്ള മെക്കനൈസേഷന് വേണ്ടി ആ മെക്കനൈസേഷൻ എങ്ങനെ സാധ്യമാകും, എങ്ങനെ പ്രാവർത്തികമാകും? മറ്റൊന്ന്, ഈ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു തരത്തിൽ അതിനെ ഒരു ഹൈ വാല്യൂ ഹോർട്ടിക്കൾച്ചർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് സിക്കിമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, സിക്കിമിൽ ഉണ്ടാകുന്ന മുഴുവൻ വസ്തുക്കളും അവർ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുക. കാരണം സിക്കിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിം മുഴുവൻ ഓർഗാനിക് ഫാർമിംഗ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓർഗാനിക് ഫാർമിംഗ് ആയതുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും വില കൂടുതലാണ്. ഫ്ലോറികൾച്ചറിൽ ഉൾപ്പെടെ അവിടെ വലിയ ഇതാണ്. ആ തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ചില മേഖലകൾ പ്രത്യേകം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തരത്തിൽ ഉള്ള ഒരു ഹൈ വാല്യൂ ഹോർട്ടിക്കൾച്ചർ, അതേപോലെ ഈ FIGകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് FIGകൾ വാസ്തവത്തിൽ കൃഷിക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ച്, കാരണം കേരളത്തിൽ ഒരു പരിമിതിയുണ്ട്. കാരണം വെച്ചാൽ BJP ചെന്നിട്ട് CPM-കാരനായിട്ടുള്ള 4 കർഷകരെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കണം എന്നില്ല. പക്ഷെ എന്നാലും ഈ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്ത, രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ എല്ലാറ്റിനെയും കാണാത്ത ധാരാളം കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വിൽക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന വസ്തു അവർ ധാരാളം കൃഷി നടത്തുന്ന ആൾക്കാരാണ്. പ്രായം ചെന്ന് എന്ന് വെച്ചാൽ അവരുടെ 55 വയസ്സിൽ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്യും. 55 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ പകുതിയായിട്ടുള്ളൂ. അപ്പോൾ 55 വയസ്സിന് ശേഷവും സാധാരണഗതിയിൽ ഒരാൾക്ക് അധ്വാനിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാര്യയും ഭർത്താവും അവർ ധാരാളം കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ വീട് മുഴുവൻ അവർ ആ തരത്തിൽ പറമ്പ് മുഴുവൻ കൃഷി ഭൂമിയാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു, പ്രശ്നങ്ങൾ ഒന്നുമില്ല, ഉണ്ടാക്കുന്ന സാധനമൊക്കെ വിറ്റുപോകും, അതൊരു പ്രശ്നമേ ഇല്ല, പച്ചക്കറി പ്രധാനമായിട്ട് നടത്തുന്നത്. പക്ഷേ നല്ല വിത്ത് കിട്ടാനില്ല. അപ്പോൾ ആ നല്ല വിത്ത് കിട്ടാനുള്ള മാർഗം, അപ്പോൾ അത് ഈ തരത്തിലുള്ള ഗ്രൂപ്പ് ഫാമിംഗ്, FIG എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്.
അപ്പോൾ ആ തരത്തിൽ ഗ്രൂപ്പ് ഫാമിംഗ് നടപ്പിലാക്കുന്നതിലൂടെ അതിൽ സാധിക്കും. അതേപോലെ മറ്റൊരു കാര്യമാണ് വാല്യൂ എഡിഷനും അതുപോലെ എഗ്രോ പ്രോസസ്സിംഗ്. കാർഷിക ഉൽപ്പന്നത്തെ അതേപടി വിപണിയിലെത്തിക്കുകയാണ് ഇന്നും ഒരു 80% ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്താൻ നമ്മുടെ സ്വാശ്രയ സംഘങ്ങൾ വഴി അവർ കൃഷി ചെയ്യുന്നുണ്ടാവില്ല, മറ്റാരെങ്കിലും ആയിരിക്കും ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വഴി സംരംഭങ്ങൾ, മുദ്രാവായ്പകളുണ്ട്, അതുപോലെയുള്ള നിരവധി സംരംഭങ്ങൾ, നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ എനിക്കറിയില്ല സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ നാളികേര ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ വാഴപ്പഴം, ഇപ്പൊ നേന്ത്രവാഴ, ഈ പഴം നമ്മുടെ ഈ നേന്ത്രവാഴയുണ്ടല്ലോ, അത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും റോബസ്റ്റ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ ഉണ്ട്, മറ്റ് ചില വിദേശ രാജ്യങ്ങളിൽ. അപ്പൊ ഈ കേരളത്തിലെ നേന്ത്രനെ ഒരു മാർക്കറ്റ് ഐറ്റം ആക്കിയിട്ട് ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കാൻ സർക്കാർ ഇതുവരെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. എങ്ങനെ സർക്കാർ ശ്രമിക്കണം? സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാൻ, അതിൽ നിന്ന് ബ്രാൻഡ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടും. അതോടൊപ്പം ഞാനീ പറഞ്ഞ ക്രോപ്പ് ഇൻഷുറൻസ്, ഫസൽ ബീമാ യോജന, ആ ഫസൽ ബീമാ യോജനയെ എങ്ങനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥ കർഷകന് അവനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉതകുന്ന തരത്തിൽ ഈ ക്രോപ്പ് ഇൻഷുറൻസ്, വിളയുടെ ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. മറ്റൊന്ന്, ഈ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷം ലഘൂകരിക്കാനും അതിനെ പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ. കാരണം ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരമില്ല. കാരണം എന്തുകൊണ്ടായി കാട്ടുപന്നി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം കിട്ടാത്തത് കൊണ്ട് കൃഷി നടത്താതായപ്പോൾ സ്വാഭാവികമായും ഇതുവരെ കൃഷി നടത്തിയ സ്ഥലങ്ങളൊക്കെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ വെള്ളം കിട്ടുന്നില്ല, ഇവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഈ കാട്ടുപന്നി എങ്ങനെ ഈ ഇടയിലേക്ക് കയറി വരുന്നു. പിന്നീട് അവിടെ നമ്മൾ കൃഷി ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ, മരച്ചീനി കൃഷി നടത്തിയ ആളുകൾക്ക് മുഴുവൻ തന്നെ മരച്ചീനിക്ക് വേണ്ടിയിട്ട് കമ്പ് നട്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം കാട്ടുപന്നി അതെടുത്ത് കളയും. ഒരു വസ്തുവും, വാഴക്കൃഷി പറ്റില്ല, പപ്പായ പറ്റില്ല, ഒരു തരത്തിലുള്ള കൃഷിവിളയും കാർഷിക വിളയും പറ്റാത്ത വിധത്തിൽ കാട്ടുപന്നിയും അതുപോലെ എലിയും, വലിയ എലികൾ, ആ എലികൾ ഇത് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാര മാർഗം എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയും സർക്കാരിനെ കൊണ്ട് അവ നടപ്പിലാക്കുകയും ചെയ്യുക. ഇപ്പൊ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എത്ര എണ്ണത്തിനെ കൊല്ലും? ഒരു ശാശ്വത പരിഹാരമില്ല. അപ്പൊ ഈ തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം, അതോടൊപ്പം ഒരു എഗ്രി എന്റർപ്രണർഷിപ്പ്. ഇപ്പൊ പുതിയൊരു വാക്കുണ്ട്, എന്റർപ്രണറിന് പകരം എഗ്രിപ്രണർ. കാർഷിക സംരംഭങ്ങൾ, കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള സംരംഭങ്ങൾ. എന്തുകൊണ്ടാണ് കൃഷിയിലേക്ക് വരാത്തത്? മണ്ണിൽ പണിയെടുക്കുന്നതിനുള്ള വൈമനസ്യമുള്ള പുതിയ തലമുറ അവർ കൃഷിയിലേക്ക് വരുന്നില്ല. ശരി, നിങ്ങൾക്ക് മണ്ണുമായിട്ട് ബന്ധമില്ല, നിങ്ങൾ കൃഷിയുടെ കാർഷിക വിപണി, കാർഷിക വിളകൾ, അതിൻ്റെ മൂല്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള അതിൽ നിന്നുണ്ടാക്കുന്ന വസ്തുക്കൾ. ഇപ്പോൾ മുരിങ്ങ പൊടി ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു സാധനമാണ്. മുരിങ്ങ നമുക്ക് നല്ല സാധനമാണെന്ന് പറയും, പക്ഷേ ഈ മുരിങ്ങ ഇല എവിടെ നിന്ന് കൊണ്ടുവരും? മാത്രമല്ല, മുരിങ്ങ ഇല ഉപയോഗിക്കണമെങ്കിൽ മുരിങ്ങ ഇലയിലുള്ള ധാരാളം ചിരണ്ടിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മറികടക്കാൻ നഗരങ്ങളിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു സാധനം മുരിങ്ങ പൗഡറാണ്. ചക്കക്കുരു പൗഡർ, ചക്കക്കുരു കിട്ടാനുണ്ടാവില്ല, ചക്കയും കിട്ടാനില്ല, പക്ഷെ ചക്കക്കുരു പൗഡർ മാർക്കറ്റിൽ.
ഇതുപോലെയുള്ളൊക്കെ നിരവധി സാധനങ്ങൾ എനിക്കറിയാം. കോട്ടയത്തൊരു ഒരാൾ എനിക്ക് ചക്കക്കുരു പൗഡർ ഡയബറ്റീസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് മന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ കുറേ ആളുകൾക്ക് കൊടുത്തു. ആൾക്കാരൊക്കെ വളരെ കാര്യമായിട്ട് വാങ്ങിക്കൊണ്ട്. ഡയബറ്റീസ് എത്ര പേർക്ക് ഗുണമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയപ്പെടുന്നത് ഇതിനൊക്കെ അത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖല എന്ന് വെച്ചാൽ ഒരു കാലത്ത് ജന്മി നാടുവാഴി കേന്ദ്രീകൃതമായിട്ടുള്ള കേരളത്തിലെ ചെറിയ ചെറിയ തുണ്ടുഭൂമികൾ കൃഷി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കൃഷിയെ മാത്രം അടിസ്ഥാനമാക്കി ഉപജീവനം നടക്കുന്നവരല്ലാത്ത കർഷകർ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹം, ഈ സ്ഥിതിയിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യം മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ കർഷകരുടെ ഇടയിൽ കർഷകരുടെ പ്രക്ഷോഭം എന്നുള്ള നിലയിൽ നമ്മൾ ഈ പ്രശ്നവുമായിട്ട് ജനങ്ങളിടയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഈ മാറിയ സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു അപഗ്രഥനത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സമരപദ്ധതി, ആ സമരപദ്ധതിയും തുടർ നടപടികളും, ആ നടപടികൾ കർഷക മോർച്ചയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ജനങ്ങളുടെ അംഗീകാരം കിട്ടും എന്ന്, അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.